തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം പാതിദിനങ്ങൾ പിന്നിടുമ്പോൾ പതിനായിരക്കണക്കിന് ഭക്തരാണ് ദേവിയുടെ ദർശന പുണ്യം നേടുന്നത്. നടതുറപ്പ് വേളയിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെല്ലാവരും മഞ്ഞളണിഞ്ഞേ മടങ്ങാറുള്ളൂ. നെറ്റിയിലെ കുറിയായും പ്രസാദമായും പറവഴിപാടായും മഞ്ഞളിന്റെ നിറസാന്നിധ്യമാണ് നടതുറപ്പിന്റെ സവിശേഷത. ഉമാമഹേശ്വര പരിണയകാലത്തെ കൗമാരപ്രായത്തിലുള്ള ശ്രീ പാർവതി ദേവിയാണ് തിരുവൈരാണിക്കുളത്തെ പ്രതിഷ്ഠാ സങ്കല്പം. പൗരാണികമായി തന്നെ വിവാഹത്തിനും ഋതുമതിയാകുമ്പോഴും മറ്റു മംഗളകർമ്മങ്ങൾക്കും വിശേഷദ്രവ്യമായി കരുതുന്ന മഞ്ഞളാണ് ദേവിയുടെ ഇഷ്ടപ്രസാദം. അഭയവരതയായ ദേവിയുടെ പ്രതിഷ്ഠ ദാരശില്പമായതിനാൽ മഞ്ഞൾ കൊണ്ട് മാത്രമാണ് അഭിഷേകം നടത്തുന്നത്. ദേവി നീരാടിയ മഞ്ഞളാണ് പ്രധാന പ്രസാദവും. മഞ്ഞൾപ്പറയാണ് നടതുറപ്പ് നാളിലെ ഏറ്റവും സവിശേഷ വഴിപാട്. പ്രാർത്ഥനകളോടെ പറയിൽ മഞ്ഞൾ നിറയ്ക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയുമെന്നാണ് വിശ്വാസം. ദേവിയുടെ നടക്കൽ മഞ്ഞൾപ്പറ നിറയ്ക്കുന്നതിന് ഭക്തജനങ്ങൾ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ദേവിയുടെ പ്രധാന വഴിപാടുകളിലൊന്നായ മഞ്ഞൾപ്പറ മംഗല്യ സൗഭാഗ്യം കിട്ടുന്നതിനും കാര്യസിദ്ധിക്കും വേണ്ടി ഭക്തജനങ്ങൾ വളരെയധികം പേർ ആ വഴിപാട് നടത്തുന്നു. കൂടാതെ മഹാദേവൻ്റെ നടക്കൽ എള്ളുപറ അതിപ്രധാനമാണ്. ദീർഘായുസ് കിട്ടുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ഭക്തജനങ്ങൾ ദേവൻ്റെ നടക്കൽ പറ വഴിപാട് നടത്തുന്നു. ഈ ദേവിയുടെ നടക്കലും ദേവൻ്റെ നടക്കലും പറ വഴിപാട് നടത്തുന്നതിന് ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ഷീട്ടെടുക്കുന്നതിനും പറ നിറയ്ക്കുന്നതിനുമുള്ള സൗകര്യം ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മഞ്ഞൾപ്പറ നിറയ്ക്കുന്നത് നിർബന്ധമാണ്. വൈവാഹിക തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമംഗല്യത്തിനും കുടുംബ ഐശ്വര്യത്തിനുമാണ് മഞ്ഞൾപ്പറ വഴിപാട് നടത്തുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർ ശ്രീ പാർവതി ദേവിയുടെ വരപ്രസാദം എന്ന വണ്ണം ഒരു നുള്ളു മഞ്ഞളെങ്കിലും കയ്യിൽ കരുതുന്നുണ്ട്.